മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ മാസങ്ങളായി തുടർന്ന് നടത്തിവരുന്ന സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഞാൻ മഞ്ചേരി KGMCT യൂണിറ്റ് പ്രസിഡൻ്റാണ്, ഡോക്ടർ റിനി ഐസക്. ഇന്നിവിടെ നിൽക്കേണ്ടി വന്നത് ഞങ്ങൾ ജൂലൈ 1 തൊട്ട് തുടങ്ങിയ സമരമാണ്. 7 ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും നിരാഹാര സത്യാഗ്രഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ചർച്ച വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഈ സമരം തീരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശമ്പളം കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, ശമ്പളത്തിൻ്റെ അരിയർ തരിക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ പുതിയ ജനറേഷൻ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യാൻ വിസമ്മതം കാണിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഓഫ് കോഴ്സ് സാലറി, കുറഞ്ഞ സാലറിയാണ്. രണ്ടാമത്തത് വർക്കിംഗ് കണ്ടീഷൻ. ഞങ്ങളുടെ സാലറിയിൽ വ്യത്യാസം വരണം, ഞങ്ങളുടെ വർക്കിംഗ് കണ്ടീഷനിൽ വ്യത്യാസം വരണം, കൂടുതൽ സ്റ്റാഫുകൾ ജോയിൻ ചെയ്യണം. ഇതിനു വേണ്ടിയാണ് KGMCT സ്ട്രൈക്ക് ചെയ്യുന്നത്. അതിന് പരിപൂർണ്ണ പിന്തുണ എല്ലാ അസോസിയേഷൻ മെമ്പേഴ്സും നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണ് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള കാര്യം. ഇന്നു മുതൽ ആരംഭിക്കാനിരുന്ന അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിന്റെ സൂചനാത്മകമായി ഒഴിഞ്ഞ കസേരയുടെ മുൻപിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ ധർണ KGMCTA യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ റിനി ഐസക് ഉദ്ഘാടനം ചെയ്തു. 2016 ശമ്പള പരിഷ്കരണത്തോടനുബന്ധിച്ചുണ്ടായ എൻട്രി കേഡർ പേ അനോമലി പൂർണ്ണമായും കറക്റ്റ് ചെയ്യുക, വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫിൻ്റെയും തസ്തിക സൃഷ്ടിക്കുക, പുതിയ മെഡിക്കൽ കോളേജുകളിൽ മതിയായ സൗകര്യവും തസ്തികയും സൃഷ്ടിച്ചതിനു ശേഷം മാത്രം കോഴ്സ് തുടങ്ങുക, നിലവിലെ മെഡിക്കൽ കോളേജിൽ നിന്നും പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് ഡോക്ടർമാരെ പുനർവിന്യാസം ചെയ്യുന്നത് നിർത്തലാക്കുക, മെഡിക്കൽ വിദ്യാഭ്യാസം കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുക, രോഗീ പരിചരണത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർമാർ മാസങ്ങളായി നടത്തിവരുന്ന സമരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ ഫെബ്രുവരി 2 മുതൽ പൂർണ്ണമായ അക്കാദമിക ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം അനിശ്ചിതകാല OP ബഹിഷ്കരണവും കൂടി ആരംഭിക്കുന്നതാണ് എന്ന് പ്രസിഡന്റ് അറിയിച്ചു. സർജറി പോലുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ ന്യായമായ വേതന വ്യവസ്ഥയും രോഗി ബാഹുല്യം, അടിക്കടിയുള്ള സ്ഥാനക്കയറ്റം തുടങ്ങിയ ക്ലേശകരമായ ജോലി സാഹചര്യങ്ങൾ നിമിത്തവും പുതുതലമുറ ഡോക്ടർമാർ ജോയിൻ ചെയ്യുന്നില്ല എന്നും അതുമൂലം മെഡിക്കൽ വിദ്യാഭ്യാസവും രോഗികളുടെ ചികിത്സയും കടുത്ത പ്രയാസം നേരിടുകയാണെന്നും ധർണയെ അഭിസംബോധന ചെയ്തു സംസാരിച്ച സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് അഭിപ്രായപ്പെട്ടു. ആരോഗ്യ ധന മന്ത്രിമാരുമായി ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചയിൽ ഒരു അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും അഥവാ ഉണ്ടായില്ലെങ്കിൽ ഫെബ്രുവരി 9 തിങ്കളാഴ്ച മുതൽ നിലവിലെ അക്കാദമിക് OP ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം അനിശ്ചിതകാലത്തേക്ക് ശസ്ത്രക്രിയയും മറ്റും ചികിത്സകളും നിർത്തിവയ്ക്കുക എന്ന സമര നടപടി നടപ്പിലാക്കാൻ സംഘടന നിർബന്ധിതമാകും എന്നും യൂണിറ്റ് ട്രഷറർ ഡോക്ടർ ജനേസ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.